ഭരണനിർവഹണത്തിൽ കേരളം രാജ്യത്തൊന്നാമത്. പബ്ലിക് അഫയേഴ്സ് ഇൻഡെക്സ് പുറത്തുവിട്ട റിപ്പോർട്ടിലാണ് ഇക്കാര്യമുള്ളത്. അടിസ്ഥാന സൗകര്യങ്ങൾ, മനുഷ്യവിഭവ വികസനത്തിനുള്ള സഹായം, സാമൂഹ്യ സുരക്ഷ, സ്ത്രീകളുടെയും കുട്ടികളുടെയും വികസനം, കുറ്റകൃത്യങ്ങൾ, നീതി നിർവഹണം, പരിസ്ഥിതി സുതാര്യത, സാമ്പത്തിക സുരക്ഷ തുടങ്ങിയവയെല്ലാം പരിശോധിച്ചാണ് പട്ടിക തയ്യാറാക്കിയിരിക്കുന്നത്. രണ്ടാം സ്ഥാനത്ത് തമിഴ്നാടും ബിജെപി ഭരിക്കുന്ന ഗുജറാത്ത് മൂന്നാം സ്ഥാനത്തുമാണ്. ഭരണമികവിന്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യൻ സംസ്ഥാനങ്ങളെ വ്യത്യസ്ത തീമുകൾ അനുസരിച്ച് തരംതിരിക്കുകയാണ് പട്ടികയിൽ ചെയ്തിരിക്കുന്നത്. 1994 മുതൽ ഇത്തരത്തിലുള്ള പട്ടിക തയ്യാറാക്കുന്നുണ്ട്. അടിസ്ഥാന സൗകര്യങ്ങൾ, മനുഷ്യവിഭവ വികസനത്തിനുള്ള സഹായം, സാമൂഹ്യ സുരക്ഷ, സ്ത്രീകളുടെയും കുട്ടികളുടെയും വികസനം, കുറ്റകൃത്യങ്ങൾ, ക്രമസമാധാനം, നീതി നിർവഹണം, പരിസ്ഥിതി സുതാര്യത, സാമ്പത്തിക സുരക്ഷ, സാമ്പത്തിക സ്വാതന്ത്ര്യം തുടങ്ങിയവയെല്ലാം പരിശോധിച്ചാണ് പട്ടിക തയ്യാറാക്കിയിരിക്കുന്നത്. 10 തീമുകളിലായി 26 വിഷയങ്ങളിലെ 82ഓളം വിഭാഗങ്ങൾ പരിശോധിച്ചാണ് പട്ടിക തയ്യാറാക്കിയിരിക്കുന്നത്. സാമൂഹ്യ സുരക്ഷാ പദ്ധതിയിലും സ്ത്രീകളുടെയും കുട്ടികളുടെയും സുരക്ഷയിലും കേരളമാണ് രാജ്യത്ത് ഒന്നാമത്. മാനവശേഷി വികസനത്തിലും കേരളമാണ് മുന്നിൽ. മഹാരാഷ്ട്ര, പഞ്ചാബ് എന്നീ സംസ്ഥാനങ്ങളാണ് തൊട്ടുപിന്നിൽ. ഉത്തർപ്രദേശ്, മധ്യപ്രദേശ്, അസം എന്നീ സംസ്ഥാനങ്ങളാണ് മാനവശേഷി വികസനത്തിൽ ഏറ്റവും പിന്നിൽ. തമിഴ്നാട് രണ്ടാം സ്ഥാനത്തെത്തിയപ്പോൾ ബിജെപി ഭരിക്കുന്ന ഗുജറാത്തിന് മൂന്നാം സ്ഥാനം കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വന്നു. 2016 പട്ടികയിൽ മൂന്നാമതായിരുന്ന കർണാടക ഇത്തവണ 4ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു. 5ാം സ്ഥാനത്ത് മഹാരാഷ്ട്രയാണ്. മുൻ ചീഫ് ജസ്റ്റിസ് എം.എൻ. വെങ്കിടചെല്ലയ്യ, കർണാടക ലോകായുക്ത എൻ. സന്തോഷ് ഹെഗ്ഡെ, രാജസ്ഥാൻ മുൻ ചീഫ് സെക്രട്ടറി CK മാത്യു എന്നിവർ ചേർന്നാണ് പട്ടിക പുറത്തിറക്കിയത്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. സർക്കാരിന്റേത് നല്ല തുടക്കമെന്ന് കാനം രാജേന്ദ്രൻ. വിമർശനവും സ്വയം വിമർശനവും നടത്തി വേണം മുന്നേറാൻ. തെറ്റുകൾ തിരുത്താൻ കമ്മ്യൂണിസ്റ്റുകാർക്ക് ആർജവം ഉണ്ടാകണം. തെറ്റുപറ്റാത്തവർ ഇല്ലെന്നും കാനം പറഞ്ഞു. വീഴ്ചകൾ ഉണ്ടായാൽ അതെല്ലാം നല്ലതിനു വേണ്ടി മറ്റൊരു തരത്തിലേക്ക് അതിനെ മനസ്സിലാക്കി തിരുത്താനുള്ള ആർജവം എപ്പോഴും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾക്കുണ്ട്. നല്ല തുടക്കമാണ് LDF ഗവൺമെന്റിന് ഈ ഒരു വർഷക്കാലത്തെ അതിൻ്റെ നടപടികൾ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകാൻ. അതിൻ്റെ അർത്ഥം ഒരു കുറവും നമുക്കില്ല എന്നല്ല. ആ കുറവുകൾ നാം തന്നെ സൃഷ്ടിച്ച കുറവുകൾ നാം തന്നെ തിരുത്തി മുന്നോട്ട് പോകുമ്പോഴാണ് നമുക്ക് കുറച്ചുകൂടി ലക്ഷ്യത്തിൽ എത്തിച്ചേരാൻ കഴിയുന്നത്. രാമന്തളി കൊലപാതകത്തിന്റെ മറവിൽ ഗവർണറെ ഭീഷണിപ്പെടുത്തി സംസ്ഥാനത്ത് കേന്ദ്ര ഇടപെടൽ നടത്തിക്കാനുള്ള BJP ശ്രമം അത്യന്തം ഹീനവും ജനാധിപത്യ വിരുദ്ധവുമാണ് എന്ന് CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ. സൈനിക നിയമമായ അഫ്സാബ് നടപ്പാക്കണമെന്നതടക്കമുള്ള BJP നിവേദനം മുഖ്യമന്ത്രിക്ക് കൈമാറുകയും പ്രശ്നം അടിയന്തരമായി കൈകാര്യം ചെയ്യണമെന്നും ആവശ്യപ്പെടുകയും ചെയ്ത ഗവർണറുടെ നടപടി ആരും പഴിക്കില്ല. രാമന്തളി കൊലപാതകത്തിൽ CPIM-യുമായി ബന്ധപ്പെട്ട ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് പാർട്ടി പയ്യന്നൂർ ഏരിയ കമ്മിറ്റി വ്യക്തമാക്കിയിട്ടുണ്ട് എന്നും കോടിയേരി ബാലകൃഷ്ണൻ പ്രസ്താവനയിൽ പറഞ്ഞു. ഗവർണർക്കെതിരെ വിമർശനവുമായി BJP. പിണറായിയെ പേടിയാണെങ്കിൽ ഗവർണർ ഇറങ്ങിപ്പോകണമെന്ന് ശോഭാ സുരേന്ദ്രൻ. പദവിയോട് ഗവർണർ സാമാന്യ മര്യാദ പാലിക്കണമെന്നും ശോഭാ സുരേന്ദ്രൻ. ഗവർണർ നയം അത് ഉപേക്ഷിച്ചുകൊണ്ട് കേരളത്തിലെ ജനങ്ങളുടെ ജീവനും സ്വത്തിനും സുരക്ഷിതത്വം കൊടുക്കാൻ വേണ്ടി അങ്ങ് പ്രതികരിക്കാൻ അങ്ങക്ക് പേടിയാണെങ്കിൽ പിണറായി വിജയനെ കാണുമ്പോ തലമുനിച്ച് എനിക്ക് പിണറായി വിജയനെ പേടിയാണ്, ഞാൻ ഒരു നടപടിയും സ്വീകരിക്കില്ല എന്ന് പറയാനാണ് കേരളത്തിന്റെ ബഹുമാനപ്പെട്ട ഗവർണറുടെ ഭാവമെങ്കിൽ ദയവ് ചെയ്ത് അങ്ങ് കസേരയിൽ നിന്ന് ഇറങ്ങിപ്പോകണം എന്ന് ഞങ്ങൾ അങ്ങയോട് ആവശ്യപ്പെടുകയാണ്. ഹർത്താൽ ദിനത്തിൽ ആശുപത്രിയിലും RSS ക്രൂരത. പരിയാരം മെഡിക്കൽ കോളേജിലെ RSS ആക്രമണത്തിന്റെ ദൃശ്യങ്ങൾ പീപ്പിളിന്. RSS നേതാക്കളുടെ സാന്നിധ്യത്തിലാണ് ആക്രമണം നടത്തിയത്. വത്സൻ തില്ലങ്കേരിയുടെ നേതൃത്വത്തിൽ 100-ലധികം ആളുകളാണ് ആക്രമണം നടത്തിയത്. ഹർത്താലിന്റെ മറവിലാണ് കഴിഞ്ഞ ദിവസം RSS BJP പ്രവർത്തകർ പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ അക്രമം അഴിച്ചുവിട്ടത്. അതീവ ഗുരുതരാവസ്ഥയിലുള്ള രോഗിയെയും കൊണ്ടുവന്ന പയ്യന്നൂർ സഹകരണ ആശുപത്രിയുടെ ആംബുലൻസ് അക്രമികൾ തകർത്തു. കാഷ്വാലിറ്റിയുടെ മുന്നിൽ വെച്ചായിരുന്നു RSS ആക്രമണം. RSS സംസ്ഥാന നേതാവ് വത്സൻ തില്ലങ്കേരിയുടെ നേതൃത്വത്തിൽ അക്രമികൾ അഴിഞ്ഞാടുന്നതിന്റെ ദൃശ്യങ്ങൾ പീപ്പിളിന് ലഭിച്ചു. 100ഓളം പേരാണ് അക്രമി സംഘത്തിലുണ്ടായിരുന്നത്. ആശുപത്രിക്ക് മുമ്പിൽ മണിക്കൂറുകളോളം സംഘം ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചു. പരിയാരം മെഡിക്കൽ കോളേജിന്റെ കാഷ്വാലിറ്റിയും RSS പ്രവർത്തകർ അടിച്ചു തകർത്തു. കാഷ്വാലിറ്റിയിൽ അതീവ ഗുരുതരാവസ്ഥയിലുള്ള രോഗികളെ പ്രവേശിപ്പിക്കുന്ന റെഡ് ലൈൻ ട്രയാജ് സംവിധാനമുള്ള ഭാഗത്തായിരുന്നു അക്രമം.
അപകടത്തിൽ പരിക്കേറ്റ് കാഷ്വാലിറ്റിയിലെത്തുന്ന രോഗികളുടേതുൾപ്പെടെ ആന്തരികാവയവങ്ങളിൽ രക്തസ്രാവമുണ്ടോ എന്ന് പരിശോധിക്കുന്ന നവീന USG മെഷീനും അക്രമികൾ തകർത്തു. ആശുപത്രിക്ക് നേരെ RSS BJP പ്രവർത്തകർ നടത്തിയ അക്രമത്തിനെതിരെ വൻ പ്രതിഷേധമുയർന്നിട്ടുണ്ട്. PV കുട്ടൻ, കോഴിക്കോട്. ദില്ലി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെതിരെ കൂടുതൽ ആരോപണങ്ങളുമായി മുൻ മന്ത്രി കപിൽ മിശ്ര. വ്യാജ കമ്പനികൾ രൂപീകരിച്ചും കള്ളപ്പണം വെളുപ്പിച്ചും സംഭാവന കണക്കിൽ തിരിമറി കാട്ടിയും കെജ്രിവാൾ അഴിമതി കാട്ടിയെന്ന് കപിൽ മിശ്ര ആരോപിച്ചു. ആരോപണങ്ങൾ ഉന്നയിച്ച് നടത്തിയ വാർത്താ സമ്മേളനത്തിനൊടുവിൽ കപിൽ മിശ്ര കുഴഞ്ഞു വീണു. സോണിയാഗാന്ധി കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം ഒഴിയണമെന്ന് INTUC ദേശീയ പ്രസിഡന്റ് സഞ്ജീവ് റെഡ്ഡി. നേട്ടങ്ങളുടെ മാത്രമല്ല കോട്ടങ്ങളുടെ ഉത്തരവാദിത്വവും സോണിയ ഏറ്റെടുക്കണമെന്നും രാഹുൽ അധ്യക്ഷ സ്ഥാനത്തേക്ക് വരണമെന്നും സഞ്ജീവ് റെഡ്ഡി പറഞ്ഞു. I say that Congress failure today, a responsibility go to the Sonia Ji because she is the president of the AICC. She has to take responsibility. Therefore, Rahul Gandhi happened to be a young man and he may be a proper representative for the younger people in this country. Therefore, AICC should bring a new blood in the party to revive the Congress party, effectively working in the field of the public field. PJ ജോസഫിനും തിരുവഞ്ചൂരിനും മറുപടിയുമായി KM മാണി. ഏത് മുന്നണിയിൽ പോകണം എന്ന് താൻ തീരുമാനിക്കുമെന്ന് മാണി. സ്വന്തം കാലിലാണ് കേരള കോൺഗ്രസ് നിൽക്കുന്നത് എന്നും മാണി പറഞ്ഞു. അത് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറഞ്ഞ വളരെ ശരിയാ. എങ്ങോട്ട് പോകണമെന്ന് ഞാനാണ് തീരുമാനിക്കേണ്ടത്. ഇത് ഞങ്ങൾ ഇപ്പോൾ ഇതിന്റെ ചോദ്യം പ്രസക്തമല്ല. ഞാനിപ്പോൾ എങ്ങോട്ടും പോകാൻ തീരുമാനിച്ചിട്ടില്ല. ഞാനിപ്പോൾ സ്വന്തം കാലിൽ നിൽക്കുകയാണ്. ഒരു കുഴപ്പമില്ല. കോൺഗ്രസ് നേതാവും മുൻ MP-യും ഗുരുവായൂർ ദേവസ്വം ബോർഡ് ചെയർമാനുമായ N. പീതാംബരക്കുറുപ്പ് അറസ്റ്റിലായേക്കും. റെയിൽവേ ജോലി വാഗ്ദാനം ചെയ്ത 21 ലക്ഷം രൂപ തട്ടിയെന്നാണ് പരാതി. നേരത്തെ ഇതേ കേസിൽ കോൺഗ്രസ് മുൻ MLA MP വിൻസെന്റ് അറസ്റ്റിലായിരുന്നു. റെയിൽവേയിൽ ജോലി വാഗ്ദാനം ചെയ്ത പണം തട്ടിയെന്ന തൃശൂർ നെല്ലിക്കുന്ന് സ്വദേശി ഷാജുവിന്റെ പരാതിയിലാണ് തൃശൂർ ഈസ്റ്റ് പോലീസ് അന്വേഷണം ഊർജിതമാക്കിയത്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ കായിക താരമായിരുന്ന മകൻ സനീഷിന് സ്പോർട്സ് കോട്ടയിൽ ജോലി നൽകാമെന്ന് പറഞ്ഞ മുൻ MP പീതാംബരക്കുറുപ്പും മുൻ MLA MP വിൻസെന്റും 22 ലക്ഷം രൂപ തട്ടി എന്നാണ് പരാതി. 2013 നവംബറിലാണ് കേസിന് ആസ്പദമായ സംഭവം. DGPക്ക് നൽകിയ പരാതിയിൽ കഴിഞ്ഞ വർഷം പീതാംബരക്കുറുപ്പ് ഉൾപ്പെടെ 4 പേർക്കെതിരെ കേസെടുത്തിരുന്നു. കേസിലെ രണ്ടാം പ്രതിയായ MP വിൻസെന്റിനെ കഴിഞ്ഞ ദിവസം ഈസ്റ്റ് പോലീസ് അറസ്റ്റ് രേഖപ്പെടുത്തി വിട്ടയച്ചു. കേസിൽ മൂന്നാം പ്രതിയും ഗുരുവായൂർ ദേവസ്വം ബോർഡ് ചെയർമാനുമായ N. പീതാംബരക്കുറുപ്പിന്റെ പങ്കാളിത്തത്തിൽ അന്വേഷണം ഊർജിതമാക്കി. രേഖകൾ പരിശോധിച്ച ഉറപ്പുവരുത്തിയ ശേഷം ഉടൻ അറസ്റ്റുണ്ടായേക്കും എന്നാണ് സൂചന. ഒന്നാം പ്രതി ഷിബു ടി ബാലനും മൂന്നാം പ്രതി പീതാംബരക്കുറുപ്പുമാണ് ഇനി പിടിയിലാകാനുള്ളത്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. കശ്മീർ അതിർത്തിയിൽ പാകിസ്ഥാന്റെ പ്രകോപനം തുടരുന്നു. രജൌരി സെക്ടറിലെ ചിത്തിബഗ്രി മേഖലയിൽ പാകിസ്ഥാൻ വെടിവയ്പും ഷെല്ലാക്രമണവും തുടരുകയാണ്. ഇന്ത്യ ശക്തമായി തിരിച്ചടിക്കുകയാണ്. ഇന്നലെ നൌഷാര മേഖലയിലും പാകിസ്ഥാൻ ശക്തമായ പ്രകോപനം നടത്തിയിരുന്നു. വെടിവയ്പിൽ 2 പേർ കൊല്ലപ്പെടുകയും ചെയ്തിരുന്നു. സ്വാതന്ത്ര്യ സമരത്തെ ഒറ്റിക്കൊടുത്ത ചരിത്രമുള്ള RSSന്റെ രാജ്യസ്നേഹം സ്വീകരിക്കാൻ സൗകര്യമില്ലെന്ന് DYFI അഖിലേന്ത്യാ പ്രസിഡന്റ് PA മുഹമ്മദ് റിയാസ്. കർണാടക DYFI സംഘടിപ്പിച്ച ന്യൂനപക്ഷ യുവജന സമ്മേളനം മംഗളൂരുവിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു റിയാസ്. സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിൽ RSS എന്തെങ്കിലും പങ്ക് വഹിച്ചില്ല എന്ന് മാത്രമല്ല, സമരത്തെ ഒറ്റുകൊടുക്കുകയായിരുന്നു എന്ന് ചരിത്രം പഠിക്കുന്നവർക്ക് മനസ്സിലാകുമെന്നും മുഹമ്മദ് റിയാസ് പറഞ്ഞു. DYFI സംസ്ഥാന പ്രസിഡന്റ് മുനീർ കാട്ടിപ്പള്ള അധ്യക്ഷനായിരുന്നു. CPIM സംസ്ഥാന സെക്രട്ടറി GV ശ്രീറാം റെഡ്ഡി, DYFI സംസ്ഥാന സെക്രട്ടറി രാജശേഖർ മൂർത്തി എന്നിവർ സംസാരിച്ചു. പ്രതീക്ഷിച്ചത്ര വേനൽ മഴ ലഭിക്കാത്തതിനാൽ തൃശൂർ ജില്ലയിലെ ഡാമുകളിൽ ജലനിരപ്പ് താഴുന്നത് ആശങ്ക പടർത്തുന്നു. പ്രവചനങ്ങൾക്കനുസരിച്ച് ഇനിയും മഴയുണ്ടായില്ല എങ്കിൽ ഗ്രാമപ്രദേശങ്ങളിലേക്കുള്ള ജലവിതരണം പൂർണ്ണമായി മുടങ്ങിയേക്കും. 2 പതിറ്റാണ്ടിനിടെ ഏറ്റവും കുറഞ്ഞ ജലനിരപ്പാണ് ചിമ്മിനി ഡാമിൽ ഇപ്പോഴുള്ളത്. ജില്ലയുടെ കുടിവെള്ള സ്രോതസ്സുകളായ പീച്ചി, ചിമ്മിനി, വാഴാനി ഡാമുകളിൽ ജലനിരപ്പ് ക്രമാതീതമായി കുറഞ്ഞത് വേനലിന്റെ തുടക്കത്തിൽ തന്നെ കുടിവെള്ള വിതരണത്തെ ബാധിച്ചിരുന്നു. വേനൽ മഴയിൽ ജലനിരപ്പ് കാര്യമായി ഉയർന്നില്ലെങ്കിലും തൃശൂർ നഗരത്തിന്റെ ദാഹമകറ്റുന്ന പീച്ചി ഡാമിൽ നിലവിൽ വിതരണം തുടരാനുള്ള വെള്ളമുണ്ട്. എന്നാൽ ഗ്രാമപ്രദേശങ്ങളിൽ ജലമെത്തിക്കുന്ന ചിമ്മിനി ഡാമിൽ 2.89 മില്യൺ ക്യൂബിക് മീറ്റർ ജലനിരപ്പാണ് ഉള്ളത്. ഈ നില തുടർന്നാൽ ആഴ്ചകൾക്കുള്ളിൽ പുറത്തേക്ക് വെള്ളമൊഴുക്കാൻ സാധിക്കാത്ത സ്ഥിതിയിലെത്തും. 22 വർഷത്തിനിടെ ആദ്യമായാണ് ജലനിരപ്പ് ഏറ്റവും താഴ്ന്ന നിലയിൽ എത്തുന്നത്. ഞാൻ കണ്ടിരിക്കുന്നത് ആദ്യമായിട്ടാണ് ഇത്രയും വരൾച്ച ഭയങ്കര അധികം കണ്ടിരിക്കുന്നത് ഈ ഒരു വർഷത്താണ്.
കാരണം എന്താ വെച്ചാൽ മഴ വളരെയധികം കുറവായിരുന്നു. കഴിഞ്ഞ വർഷം വളരെയധികം കുറവായിരുന്നു. റിസർവറിൽ വെള്ളം ഏരിയ ഉണ്ടായില്ല. ഇപ്പോൾ പറയുന്നുണ്ട് ഇതുണ്ടോ, കുറേ ഏരിയയിൽ വെള്ളം നിൽക്കുന്നുണ്ടായിരുന്നു. നിലവിൽ 40.04 മീറ്റർ ജലം അവശേഷിക്കുന്നുണ്ട്. ഇത് 40 മീറ്ററിന് താഴെ എത്തിയാൽ കുറുമാലിപ്പുഴയുടെ തീരത്തെ ജനങ്ങൾ വരൾച്ചയുടെ പിടിയിലാകും. ഈ മാസം പരക്കെ മഴ ലഭിച്ചാൽ മാത്രമേ ഡാമുകളിലെ ജലനിരപ്പ് പിടിച്ചു നിർത്താനാകൂ. ന്യൂസ് ബ്യൂറോ, തൃശൂർ. കൊച്ചി നഗരത്തിലെ മാലിന്യ നീക്കം നിലയ്ക്കുന്നു. കോർപ്പറേഷൻ 5 മാസമായി വാടക നൽകാത്തതിനാൽ മാലിന്യം കയറ്റുന്ന ലോറി ഉടമകൾ സമരത്തിലാണ്. കരാറുകാരനുമായി കേസുള്ളതിനാലാണ് പണം നൽകാത്തത് എന്നാണ് കോർപ്പറേഷന്റെ വിശദീകരണം. കൊച്ചി നഗരത്തിലെ മാലിന്യം ശേഖരിച്ച് ബ്രഹ്മപുരം പ്ലാന്റിലെത്തിക്കുന്ന 45 ലോറി ഉടമകളാണ് സമരം നടത്തുന്നത്. സമരം 3-ാം ദിവസത്തിലേക്ക് കടന്നു. മേയർ സൗമിനി ജെയിൻ, ആരോഗ്യ വിഭാഗം സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മിനിമോൾ എന്നിവരുമായി പലതവണ ചർച്ച നടത്തിയെങ്കിലും അനുകൂല തീരുമാനമുണ്ടാകാത്തതിനാലാണ് സമരം തുടരുന്നതെന്ന് ലോറി ഉടമകൾ പറയുന്നു. ഞങ്ങൾക്ക് 5 മാസമായിട്ട് വാടക തന്നിട്ടില്ല. ടാക്സ് അടക്കാനും ക്ഷേമനിധി അങ്ങനെയെല്ലാം ബുദ്ധിമുട്ടി. കൊച്ചിൻ കോർപ്പറേഷനിലെ മേയറേയും ഹെൽത്ത് കമ്മിറ്റി ചെയർമാനെയൊക്കെ ഞങ്ങൾ കണ്ടതാണ്. അവരെ ഇവിടെ ഓഡിറ്റ് ഒബ്ജക്ഷൻ്റെ പേരിൽ കോൺട്രാക്ടറെ കാശ് പിടിച്ച് വെച്ചിരിക്കുകയാണ്. അപ്പോൾ അത് ചോദ്യം ചെയ്തിട്ട് അവർ പറഞ്ഞത് കൗൺസിലിൽ പാസ്സാക്കി തരാം. അങ്ങനെ ഓരോ അവധി പറഞ്ഞ് 2-ാം തീയതി നോട്ടീസോട് സമരം ചെയ്യുമെന്ന് പറഞ്ഞു കൊടുത്തു. പിന്നെ നീട്ടി. പിന്നെ ഞങ്ങൾക്ക് ഒരു നിർവാഹമില്ലാത്ത അവസ്ഥ വന്നുകൊണ്ട് ഞങ്ങൾ ഇന്നോട് സമരം തുടങ്ങിയിരിക്കുന്നു. ഞങ്ങൾക്ക് ഞങ്ങളുടെ പൈസ കിട്ടുക എന്നുള്ളതാണ് മെയിൻ പ്രശ്നം. അപ്പോൾ അതിന് ഞങ്ങൾ എന്ത് നടപടി സ്വീകരിക്കും? ഞങ്ങൾ അത്ര ബുദ്ധിമുട്ടിലാണ് നിൽക്കുന്നത്. എന്നാൽ മാലിന്യ നീക്കത്തിന് നേരത്തെ കരാർ ഏറ്റെടുത്ത വ്യക്തിയുമായി കേസ് നിലനിൽക്കുന്നുണ്ടെന്നും ഇത് തീർപ്പാകുന്ന മുറയ്ക്ക് മാത്രമേ പണം നൽകാനാവുകയുള്ളൂ എന്നും മേയർ പ്രതികരിച്ചു. സംഭവത്തിൽ കോർപ്പറേഷന് ഉത്തരവാദിത്തമില്ലെന്നുമാണ് UDF ഭരണസമിതിയുടെ വിശദീകരണം. സമരം ശക്തമായാൽ നഗരത്തിലെ മാലിന്യ നീക്കം പൂർണ്ണമായും നിലയ്ക്കും. ഇത് മഴക്കാല രോഗങ്ങളുടെ വ്യാപനത്തിനാണ് വഴിവെക്കുക. ന്യൂസ് ബ്യൂറോ, കൊച്ചി.